ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഉള്ളിത്തൊലി ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ജൈവവളവും അതുപോലെ തന്നെ ജൈവ കീടനാശിനിയും തയ്യാറാക്കാൻ സാധിക്കും. ചെടികൾ നന്നായിട്ട് പൂക്കാനായിട്ട് വളരെ നല്ലതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. അപ്പോൾ അതൊന്ന് കാണുക. നമ്മൾ ഇതിലിപ്പോൾ ഈ ഉള്ളതിന് ഈ ഉള്ളിത്തൊലിയും ചായപ്പൊടിയും കൂടി നമ്മൾ വെള്ളമൊഴിച്ച് വെച്ചിരുന്നതാണത്. അതിൽ നിന്ന് നമ്മൾ ഇത് ഊറ്റിയെടുത്തതാണ്. നമ്മൾ ഇതിൽ നിന്ന് ഒരു 10 മില്ലി എടുത്ത് 5 മില്ലി 1 ലിറ്ററിന് വെച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകാം. അപ്പോൾ നല്ലൊരു കീടനാശിനിയും കൂടിയാണ്. അപ്പോൾ നമുക്കിത് ഒരു 10 മില്ലി എടുക്കാം. ഇത് 10 മില്ലി ഉണ്ട്. ഇനി ഇത് ഫുള്ള് വെള്ളം ചേർക്കാം. ഇതിപ്പോൾ 2 ലിറ്ററിൻ്റെ 2.25 കാണും. അപ്പോൾ നമ്മൾ ഇത്ര എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാവിന് നല്ല തളിരിലകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2 ദിവസം ഇവിടെ ഉണ്ടായില്ല. ആ 2 ദിവസം ഇല്ലാണ്ട് ഇതുപോലെ ഈ കൂമ്പ് വന്നിട്ട് ഇവർ നശിപ്പിച്ച് കളയും. ഇതിൻ്റെ ഇലകളും പോയി, ആ തണ്ടും ഒക്കെ. അതിന് ശേഷം ഞങ്ങൾ വന്നപ്പോഴേക്കും ഇതുമ്മ പ്രോബ്ലം കണ്ട് ഞാനിതിന് ഇപ്പോൾ നോർമലി കൊടുത്തുകൊണ്ടിരുന്നത് വേപ്പെണ്ണ വെള്ളുള്ളി മിശ്രിതമൊക്കെയാണ്. അപ്പോൾ അത് പലതവണ അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഈ കീടങ്ങൾക്ക് അത് ഏക്കാത്തൊരവസ്ഥ തന്നെ. കാരണം ഈ ജൈവ കീടനാശിനി ആയതുകൊണ്ട് അവർക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും അവരതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം കണ്ടുപിടിക്കുകയാണെന്ന് തോന്നും. അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റി മാറ്റി പലതും ചെയ്യും. ഇപ്പോൾ ഈ തവണ ഞാൻ എഗമിനോ ആസിഡ് അടിച്ചു കൊടുത്തു. അതടിച്ചു കൊടുത്തപ്പോൾ ഈ കൂമ്പുകൾ ജസ്റ്റ് പോയേക്കായിരുന്നു, കംപ്ലൈൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നശിച്ചുപോയി. ഇവർക്കൊന്നും ഒരു പ്രോബ്ലം പറ്റിയില്ല. ഇപ്പം ഞാനിത് നമ്മൾ വെളുത്തുള്ളിയുടെയും മറ്റേ ചുവന്നുള്ളിയുടെയും തൊണ്ട് പൊളിച്ചതും ചായപ്പൊടി തിളപ്പിച്ച് ചായ ഉണ്ടാക്കിയിട്ട് ആ ചായയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഇതിൽ ഇട്ടേക്കായിരുന്നു, വെള്ളത്തിലിട്ടേക്കായിരുന്നു. അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് നമ്മളത് ഊറ്റിയെടുത്തതാണ്. അത് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഇപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ഓരോന്ന് മാറ്റി മാറ്റി പരീക്ഷിച്ച് കഴിയുമ്പോൾ ഇവരുടെ ഈ കീടശല്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി കീടങ്ങളുടെ പ്രോബ്ലം ഇല്ല, എന്നാലും നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളത് ഈ തണ്ടുമ്മ ഇലയുടെ അടിയിലൊക്കെ വീഴാവുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മാവിൻ്റെ തളിരിലകളൊക്കെ വരുന്ന സമയമാണ്. തളിരിലകൾ കുഞ്ഞു കീടങ്ങൾ വന്ന് നീരൂറ്റി കുടിച്ച് നശിപ്പിക്കുക, അതുപോലെ തന്നെ വണ്ട് മുറിച്ചിടുക, ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ പലരും നേരിടുന്നൊരു കാര്യമാണല്ലേ. ഈ പ്രശ്നം അകറ്റാനായിട്ട് നമുക്ക് പല രീതിയിലുള്ള ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാവുന്നതാണ്. മാവിലകൾ വിടർന്നു വരുമ്പോൾ തന്നെ 2% വീര്യത്തിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് മറ്റൊരു രീതി. അതുപോലെ തന്നെ തറയിൽ വീണ് കിടക്കുന്ന ഇലകളിലൊക്കെ ഇലമുറിയൻ വണ്ടുകളുടെ മുട്ടകൾ കാണാൻ സാധ്യതയുള്ളതിനാൽ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ മാവിൻ്റെ ചുറ്റും ഒന്ന് മണ്ണിളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഈ വഴുതനയ്ക്കും പാവലത്തിനും അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് ഇപ്പോൾ കീടശല്യം ഒന്നുമില്ല. അപ്പോൾ എന്ന് വിചാരിച്ച് നമ്മൾ ഈ ജൈവ കീടനാശിനികൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കീടം വന്നതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യണതിൽ നല്ലത് കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കീടങ്ങളൊക്കെ ഇരിക്കുന്നത് ഇലയുടെ അടിയിലായിരിക്കും. അപ്പോൾ നമ്മൾ അടിവശത്ത് അടിച്ചു കൊടുക്കണം. നമ്മൾ കീടനിയന്ത്രണത്തിനായിട്ട് ഈ ഒരു ലൈന് തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് കേട്ടോ. വേപ്പിൻ കുരു ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത്, കാന്താരി മുളക് ചതച്ച് ചേർക്കുക, ഇതൊക്കെ കുറച്ചുകൂടി റിസൾട്ട് കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൃഷിലോകം ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.